ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്താ സീനി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് ഗൈസ്. നമ്മളൊക്കെ പെട്ട് 1950 കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ അടിയും കാര്യങ്ങളൊന്നും അവർ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമേരിക്കൻ്റെ MSc കാര്യങ്ങളൊക്കെ ഇറാനിലുണ്ടായിരുന്നതാണ്. പിന്നീട് അവിടെ നിയമം മാറുകയും അവിടെയുള്ള ആ നിയമം മാറിയതിന് ശേഷം അവിടുത്തെ ഭരണാധികാരികൾക്ക് അമേരിക്ക പറ്റാതായി. പിന്നീട് അവർ തമ്മിലുള്ള തർക്കങ്ങളും പിന്നീട് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം വരികയും പിന്നീട് അമേരിക്കനെ ഇറാനിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നിർത്തുകയും ചെയ്തു. പിന്നെ ഈ ഇടയ്ക്ക് നടന്ന ആണവോർജ്ജത്തിൻ്റെ കഥ അറിയാമല്ലോ. അതായത് ഇറാൻ വന്നിട്ട് ആണവോർജ്ജം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടി അവന്മാരുടെ മേലെ ഫുൾ അറ്റാക്ക് നടത്തി. അവന്മാർ ഏതോ പാറിൻ്റെ അടിയിലോ അതിൻ്റെയൊക്കെ അടിയിലൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അതിനൊക്കെ അറ്റാക്ക് പാളിസാക്കി വിട്ട്. ഇപ്പം എന്താ സീൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് പറഞ്ഞ സംഭവം കൊണ്ടു. എപ്പിക് ഫ്യൂറിക്ക് എന്ന് വെച്ചാൽ അവന്മാരുടെ ആണവോർജ്ജങ്ങളൊക്കെ നശിപ്പിച്ച് കൊളാക്കണം, അത്രേ ഉള്ളൂ. അതാണ് പദ്ധതി, അതാണ് ട്രംപ് കൊണ്ടുവന്നത്. ഇയാൾ എന്താണ് മറ്റേ നോബൽ സമ്മാനം എന്താ കിട്ടണം മറ്റെന്തൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാണ്. ഇയാളെന്ത് മണ്ണാങ്കട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശരി, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിൻ്റെ ഭാഗമായിട്ട് ഇറാനിൽ കൊണ്ട് ബോംബ് ഇട്ടു. അത് പോരാനായിട്ട് എന്താ സീൻ വെച്ചാൽ അവിടെ നേതാവായ അബ്ദുള്ള അലി ഗമീനി ആളുണ്ട്. അതായത് ഇവിടുത്തെ അമിത്ഷാൻ്റെ പവറൊക്കെ ഉണ്ട് അയാൾക്ക്. അയാളിനെ വരെ കൊലപ്പെടുത്തുകയും ചെയ്തു. പോരാനായിട്ട് കുറേ നേതാക്കന്മാരെ കൊന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത്. ഇപ്പം എന്താ ഇറാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങളെ തൊട്ടില്ല, അപ്പം ഞങ്ങൾ നിന്റെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അബുദാബിയിലും ദുബായിലും ഖത്തറിലൊക്കെ ഈ അമേരിക്കക്കാരുടെ സൈന്യത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവന്മാരെന്തെന്ന് വെച്ചാൽ അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹോർമുസ് കടലിൽ കടലിലേക്കുണ്ട്. അതിൽ കൂടെ നമ്മുടെ ഇന്ത്യക്ക് വരുന്ന 45% എണ്ണ അതിൽ കൂടി വരുന്നത്. ഈ കടലിൻ്റെ കാര്യം കണ്ടുള്ളതാണ്, ഇറാൻ്റെ കണ്ടുള്ളതാണ്. ഇറാൻ ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടില്ല, അപ്പം നിങ്ങളും പെടണം പറഞ്ഞിട്ട് അതങ്ങ് കൂട്ടി. പണ്ടാരക്കാലന്മാർ ഇത് അടയ്ക്കുകയും ചെയ്ത്. ഇപ്പോൾ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വില കൂടും. എണ്ണ വില കൂടി കഴിഞ്ഞാൽ വണ്ടി ഓടത്തില്ല. എണ്ണയെങ്കിലും വണ്ടി ഓടുള്ളൂ, വണ്ടി ഓടിയില്ലെങ്കിൽ ഒന്നും ഓടില്ല. മൊത്തത്തിൽ സീനാണ്. പോരാനായിട്ട് സാധനങ്ങൾ നല്ലപോലെ വില കൂടും, എല്ലാത്തിനും വിലയും കൂടും, സീനാവും. അപ്പോൾ ഇത്രയുള്ള കാശ് വീഡിയോ. ഇതിപ്പോൾ ലോകം മൊത്തം ബാധിക്കുന്ന കേസാണ്. പെട്ടെന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് എല്ലാവരും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. നിൽക്കട്ടെ, നിന്നാൽ എല്ലാവർക്കും സമാധാനം.